തെരഞ്ഞെടുപ്പ് പ്രചരണം കൊട്ടിക്കലാശത്തിലെത്തി നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥികൾ. ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് കോലഞ്ചേരിയിൽ നിന്നാണ് ഇന്നത്തെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയി വൈകുന്നേരത്തോടുകൂടി 4 മണിയോടുകൂടി അങ്കമാലിയിലാണ് കൊട്ടിക്കലാശത്തിന് വേദിയൊരുങ്ങുക. ഞാനിപ്പോൾ രവീന്ദ്ര മാഷോടൊപ്പമാണുള്ളത്. നമുക്ക് മാഷോട് തന്നെ അവസാനഘട്ട പ്രചാരണമാണ്. കൊട്ടിക്കലാശത്തിൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇതുപോലെ തുറന്ന വാഹനത്തിൽ ജയിച്ച് തിരിച്ചു വരാനാകുമെന്ന പ്രതീക്ഷ? LDF ഈ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിശ്ചയമായിട്ടും ജയിക്കും, ഒരു സംശയമില്ല. അത് ജനങ്ങളുടെ റിഫ്ലക്സിൽ നിന്നാണ് പറയുന്നത്, ഇവിടെ ഒരു ആഗ്രഹമല്ല, കൃത്യമായി ജനങ്ങളുടെ അഭിപ്രായം. ജയിക്കും. ഒപ്പമുണ്ട് മാഷ് എന്നുള്ള ടാഗ്ലൈനാണ്. അപ്പം ഈ നാട്ടിന്റെ എല്ലാ പൾസും അറിഞ്ഞുകൊണ്ട് ചാലക്കുടിക്കാർക്ക് എന്തൊക്കെ പ്രധാന കാര്യങ്ങൾ ചെയ്യാനാകുമെന്നാണ്? നവചാലക്കുടി എന്നുള്ള ഒരു ആശയമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് വികസനത്തിന്റെ ഒരു ഇടതുപക്ഷ പരിപ്രേക്ഷ്യമാണ്. അതിലാദ്യം പാർശ്വവൽക്കരണമില്ലാത്തൊരു സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സങ്കല്പത്തിൽ തന്നെ ചാലക്കുടിയുടെ വികസനത്തിന് നല്ല ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ജനങ്ങളുമായി ചർച്ച ചെയ്ത് അനുഭവസ്ഥരും വിദഗ്ധരും എല്ലാവരും ചർച്ച ചെയ്തിട്ട് ചാലക്കുടിക്ക് വേണ്ടി നവചാലക്കുടിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ, അതാണ് ഈ പ്രവർത്തനത്തിൽ വിജയിച്ചതിന് ശേഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തും പ്ലാൻ ഉണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ അവിടെ കൊണ്ട് എത്തിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് നവചാലക്കുടിക്ക് ഒരു മാസ്റ്റർ പ്ലാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. രാഷ്ട്രീയ വിജയത്തിന് ശേഷം അപ്പൊ ഈ നവചാലക്കുടിയിലൂടെ പാർലമെന്റിലേക്ക് എത്തി വിജയപ്രതീക്ഷയോടെ തിരിച്ചു വരാൻ പറ്റുമെന്നാണ്? തീർച്ചയായിട്ടും പാർലമെന്റിലെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉടനെ തന്നെ വികസന പ്രവർത്തനങ്ങളെ ചർച്ചയും ആരംഭിക്കും. കാരണം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു വലിയ ജനകീയ ചർച്ച വേണം. അത് നടക്കും, അതുണ്ടാക്കും, അത് മാതൃകയാവും. ഒരു ലോക്സഭാ മണ്ഡലം എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളതിന് മാതൃകയായി നവചാലക്കുടി മാസ്റ്റർ പ്ലാൻ മാറും. വിജയാശംസകൾ. രാജീവ് രാജേന്ദ്രനൊപ്പം മീഡിയ 1 കൊച്ചി.